ഹലോ, വെൽക്കം ബാക്ക് ടു ഹാഷസ് വ്ലോഗ്. ഇന്ന് റമദാൻ 12-ലെ ഒരു വ്ലോഗായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. എന്നത്തെയും പോലെ ആദ്യം തന്നെ 5 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ നാരങ്ങ വെള്ളം കലക്കി ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. പിന്നെ ഉപ്പേരിക്കുള്ളത് മമ്പയറാണ് ഉപ്പേരി വെക്കുന്നത്. അപ്പോൾ അതൊരു 2-3 മണിക്കൂർ മുന്നേ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളവും ഉപ്പും പിന്നെ എരിവിന് ഒരു പച്ചമുളക് ഇട്ടിട്ട് അത് വേവിക്കാൻ വെച്ചു കേട്ടോ. ഒരു പച്ചമുളക് ഇട്ടിട്ടുള്ളത്. പിന്നെ അത് ആവശ്യത്തിന് ഉപ്പിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ചാനൽ ഇഷ്ടപ്പെട്ട എന്തായാലും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതുതായിട്ട് അങ്ങനെ ഡിഷൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. നമ്മൾ എന്നത്തെയും പോലെ തന്നെ ഇന്നിപ്പോൾ അപ്പവും മീൻ കറിയാട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്, മീൻ മുളകിട്ടത്. അപ്പോൾ ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഞാൻ ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത പണിയിലേക്ക് നിന്നിട്ടുണ്ടായിരുന്നത്. അടുത്തത് പിന്നെ ഞാൻ ഉള്ളിയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചട്ടിപ്പത്തിരി ഉണ്ടാക്കാമെന്ന് കരുതി അതിന് വേണ്ടിയിട്ട് ഉള്ളി കട്ട് ചെയ്തു. പിന്നെ എളുപ്പമാണല്ലോ. ഇവിടെ ചോറൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അടുപ്പത്ത്. അത്താഴത്തിനും രാത്രിക്കും വേണ്ടിയിട്ടുള്ള ചോറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതാ അവിടെ അപ്പമൊക്കെ ചുട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ മത്തി മുളകിട്ടതാട്ടോ അപ്പത്തേക്ക്. അതിന് വേണ്ടി ഇതാ മത്തി, പിന്നെ ഉള്ളി നമ്മുടെ ചിക്കനും പിന്നെ ചട്ടിപ്പത്തിരിക്കൊക്കെ വേണ്ടിയിട്ട് ഇവിടെ മത്തി മുളകിടാൻ വേണ്ടിയിട്ട് ചട്ടി ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ ആട്ടോ ഞങ്ങൾ ഉണ്ടാക്കാറുള്ളത്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. മൺചട്ടി നല്ലോണം ചൂടായപ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, ഇവിടെ പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ചട്ടിപ്പത്തിരിക്കുള്ളതാട്ടോ. 2 കപ്പ് മൈദ, പിന്നെ 2 മുട്ട, സൺഫ്ലവർ ഓയിൽ, പിന്നെ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളം. അത്രയാണ് അത് ആ മാവിലുണ്ടായിരുന്നത്. അത് ചട്ടിപ്പത്തിരിക്കുള്ള മാവാട്ടോ. നമുക്ക് പരത്തൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി മിക്സിയിൽ അടിച്ചിട്ട്. അതാ ഇവിടെ നന്നായിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട മസാലകളും ഒക്കെ ശരിയാക്കി എടുക്കണം. അപ്പോൾ ഇതിനതാ മമ്പയർ വേവിച്ച് പിന്നെ അത് തൂമ്പിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് തൂമ്പിച്ച് വെള്ളമൊക്കെ നല്ല രീതിയിൽ വറ്റിച്ചെടുക്കണം. കറിവേപ്പിലൊക്കെ ഇട്ട്. അപ്പോൾ തന്നെ ഇവിടെ മീനിൻ്റെ വെള്ളം ഇങ്ങനെ നല്ല രീതിയിൽ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ മീനിട്ട് കൊടുക്കുക കേട്ടോ. അതാ ഇവിടെ ഞാൻ ഗ്യാസ് ഓഫാക്കാൻ നിൽക്കുകയാണ്. ഉപ്പേരി ആയിട്ടുണ്ട്. ഇനി 1/2-3 മണിക്കൂർ കൊണ്ട് തന്നെ പണികളൊക്കെ പെട്ടെന്ന് കഴിയും കേട്ടോ. ചെറിയ ചെറിയ പണികളല്ലേ. അപ്പോൾ അതാ അധികം നേരമൊന്നും അടുക്കളയിൽ നിൽക്കാറില്ല. ഇത് അതിന് ശേഷം പിന്നെ അത് കഴിഞ്ഞിട്ട് മീനൊക്കെ ഇട്ട് നന്നായിട്ട് വേവിച്ചെടുത്ത് ഒരു 5 മിനിറ്റ്, മത്തിയൊന്നും അധികം ടൈം വേണ്ട കേട്ടോ. 5 മിനിറ്റ് മാക്സിമം പോയി 5 മിനിറ്റൊക്കെ ഇട്ട് വേവിച്ചെടുത്ത് പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് അതിന് ശേഷം പിന്നെ മീൻകറിയൊക്കെ റെഡിയായി കേട്ടോ. മീൻകറി നന്നായിട്ട് തിളച്ച് വന്നത് റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ നിന്നു. പിന്നെ ചായ കാച്ചുക, തരിക്കഞ്ഞി ഉണ്ടാക്കുക, അങ്ങനെ ചെറിയ ചെറിയ പണികളെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ ഇവിടെ എത്താത്ത ചിക്കനൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇതാ ചട്ടിപ്പത്തിരിക്കുള്ള ചിക്കൻ വേവിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും ഉപ്പും ഇട്ടിട്ട് മാത്രം കേട്ടോ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ ഇതാ അവിടെ തരിക്കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് രാത്രിയിലേക്കും പിന്നെ അത്താഴത്തിനൊക്കെ കൂട്ടാനായിട്ട് ചിക്കൻ വേവിച്ചെടുക്കുക കേട്ടോ. ഉള്ളിയും തക്കാളിയൊക്കെ ഞങ്ങൾ ചിക്കന് മിക്കവാറും ഉള്ളിയും തക്കാളിയും വഴറ്റാതെ പച്ചക്കിട്ട് വേവിക്കാറാട്ടോ. അതൊരു പ്രത്യേക ടേസ്റ്റ്. ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കുക. അത് ഞാൻ ചട്ടിപ്പത്തിരിയുടെ റെസിപ്പിയൊന്നും പിന്നെ ഞാൻ പറയുന്നില്ല, കുറേ പ്രാവശ്യം ഇട്ടിട്ടുള്ളതാണ്. കഴിഞ്ഞ റമദാനും ഈ റമദാനിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അതാ ഇന്ന് മുട്ടയൊന്നും ഇടാതെ കേട്ടോ ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഏകദേശം 6:30 ആയപ്പോൾ എല്ലാം ടേബിളിൽ എടുത്ത് വെച്ചു. നമുക്ക് ഫ്രൂട്ട്സായിട്ട് കുറേ ഐറ്റംസ് ഉണ്ട്. മുസമ്പി, കക്കരി, സപ്പോട്ട, പിന്നെ നമ്മുടെ പേരക്ക. ചട്ടിപ്പത്തിരി നല്ല സോഫ്റ്റാണ്. പിന്നെ ചക്ക, മുന്തിരി, വാട്ടർമെലൻ. ചക്ക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല അടിപൊളി ചക്കയായിരുന്നു. ഞങ്ങൾ മുറ്റത്തുള്ളതായിരുന്നു. അപ്പോൾ എല്ലാവരും ഞങ്ങൾ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.